കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ജൂണിൽ നടക്കാനിരിക്കെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ഇന്ന്. ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും പങ്കെടുക്കും. പുതിയതായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, നിലവിലെ പദ്ധതികളുടെ സ്ഥിതി, മന്ത്രിമാരുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാകും. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിലപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം, അത് തുടർന്നുള്ള തുടർ നടപടികൾ, സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആലോചനയിൽ വരുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മാസം കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ, സൂചനകൾ ശക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇതായിരിക്കും കേന്ദ്ര മന്ത്രിമാരിൽ പലരുടെയും അവസാന മന്ത്രിസഭാ യോഗം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് യോഗം ചേരുന്നത്. എല്ലാ മന്ത്രിമാരും, ഈ കേന്ദ്ര സഹമന്ത്രിമാരടക്കം, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും അടക്കം എല്ലാ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗമാണ്. ഇതിൽ പുതുതായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ പദ്ധതികളെ സംബന്ധിച്ച് ആലോചനയുണ്ടാകും. ഒപ്പം നിലവിലെ പദ്ധതി പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തും എന്നുള്ളതാണ്. മന്ത്രിമാരുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്ത് ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പാചകവാതക വില വർധനവുണ്ട്. ആ രൂപത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളും ഉണ്ടാകും. ഏതൊക്കെ രൂപത്തിലാണ് ഈ വിദേശത്തേക്കുള്ള വിദേശ നാണ്യ ഒഴുക്ക് കുറയ്ക്കാനുള്ള പ്രതിരോധ നടപടികൾ, അത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ പ്രഖ്യാപനങ്ങളുടെ അപ്ഡേറ്റുകൾ അടക്കം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് സമ്പൂർണ്ണ കേന്ദ്ര മന്ത്രിസഭാ യോഗം ദില്ലിയിൽ ചേരുന്നത്. ശരി.